ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉച്ചക്ക് ഉണ്ടാക്കുന്ന ചോറിൻ്റെ കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി കറി ആക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇത് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ കുടകിലെല്ലാം ഉണ്ടാക്കലുണ്ട് അങ്ങനെ കറി. കടലയും ഇടിച്ചക്ക, ഇവിടെ ഇടിച്ചക്കക്ക് ചക്കപ്പൂതൽ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ചക്ക, ചെറിയ ചക്ക, ചുളയാകാത്ത ചക്ക വെച്ചിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കി വെക്കാം. മല്ലിയും മുളകും വറുത്തിട്ടുള്ള. അപ്പോൾ ഞാൻ ആ കറി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇടിച്ചക്ക വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം തൊലെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് കടല വേവിക്കാൻ വെക്കാം. അപ്പം കടലേൻ്റെ അകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഉപ്പും വെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കാം. ഗ്യാസ് മേലാന്ന് വെക്കുന്നത്. അടുപ്പത്ത് ചോറുള്ളത് കൊണ്ട് നമ്മൾ ഗ്യാസ് മേലെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മളത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് ഇടിച്ചക്ക മുറിച്ചിടാം. കറിയിലേക്ക് ഇടേണ്ട ഇടിച്ചക്ക ലാസ്റ്റാണ് ഇത് വെന്ത് കഴിയുമ്പോഴുന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മല്ലിയും മുളകും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കറിയിലേക്ക് ഇടാനുള്ളത്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കും ഈ കറീൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇടിച്ചക്ക ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വേവാൻ വെക്കാം. ഒരു വിസിലേ വേണ്ടു. ഉടഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ അതിൽ വേവാനിടാത്തത്, ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ നമുക്ക് മല്ലി പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ഈ തേങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, മല്ലിയും മുളകും കൂടിയിട്ട്. അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വറവിടാൻ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പം കടുക് പൊട്ടിക്കുന്നില്ല. അപ്പം അതിന് പകരം ചെറിയ ഉള്ളിയാണ്. അപ്പം നമ്മൾ കടലക്കറി റെഡിയായി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മീൻ പുളിമുളക് ഇടാനുണ്ട്. അതിന് നമ്മൾ ആദ്യം തന്നെ ഉലുവയും കടുകും കൂടി പൊട്ടിച്ച് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത്, ഉള്ളി ചേർക്കുന്നില്ല. അപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടുള്ള പിയാപ്പിള മീനാണ്. അപ്പം ഈ വാളംപുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് തക്കാളി നല്ലോണം വെന്തുടഞ്ഞതിന് ശേഷം പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ പുളിവെള്ളം, മറ്റേ എന്തെങ്കിലും കുടംപുളി എന്ന് പറയുന്ന ഒരു പുളിയില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് നമ്മളിപ്പോൾ ഇടുന്നില്ല, ഈ പുളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉപ്പും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവും പുളിയും ഉപ്പും മൂന്നും കൂടി പാകമായ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കറിക്കെല്ലാം. അപ്പം തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അധികം വെന്തുടയാണ്ട് തന്നെ ഈ കറി നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട്. തിളച്ച് വരുമ്പോൾ ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇറച്ചിക്കറിക്കായാലും മീനായാലും ലാസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതല്ലേ. അപ്പം നമ്മൾ പിയാപ്പിള മീൻ പൊരിക്കുന്നുണ്ട്. അപ്പം മീൻ പൊരിക്കുമ്പോഴേക്കൊക്കെ ബാക്കി ഇടിച്ചൊക്കെ ഉണ്ട്, അത് നമുക്കൊന്ന് വറവാക്കി എടുക്കാം. ഇതാണ് അതിനുള്ളത്. അപ്പം മീൻ പൊരിച്ച് കഴിഞ്ഞ് പുളിമുളകായി. ഇപ്പോൾ ഇടിച്ചക്ക നമുക്ക് വെന്ത് കഴിഞ്ഞേട്ടാ. അപ്പം അതിനേക്കുള്ള ഇത് തേങ്ങയും പച്ചമുളകും ഒതുക്കിയെടുക്കുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കണം. പിന്നെ വറ്റൽമുളക് നമുക്ക് ലാസ്റ്റ് വറവ് ആക്കുമ്പോൾ ഇടാനാണ്. അപ്പോൾ നല്ലോണം ചതച്ചെടുത്ത് നമ്മൾ വറവിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പും കുറച്ച് പച്ചരി പിന്നെ കടുകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് പിള്ളേർക്കും കൂടി ഇഷ്ടമാണ് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇറച്ചി മീനും അങ്ങനെയെല്ലാം കഴിക്കുമ്പോൾ, സാമ്പാറും എല്ലാം കഴിക്കുമ്പോൾ ഒരു മാറ്റം വരുത്തിക്കോട്ടെ എന്നിട്ടാണ് കടലയും ഇടിച്ചക്കയും കൂടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു കറി വെച്ചത്. അപ്പം നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് ഇനി പച്ചമുളകും തേങ്ങയും കൂടി ഒതുക്കിയത് ഇതിലിട്ട് കൊടുക്കുക. ഈ കടല ഇങ്ങനെ ഇടുമ്പോൾ ഇല്ലേ, നമ്മൾ ഈ വറവ് തിന്നുമ്പോൾ കടല കടിക്കുമ്പോൾ നല്ല ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒതുക്കിയിട്ടിനി ഇതിലേക്ക് ചക്കയും കൂടി ഇടാം, ഇടിച്ചക്ക. അപ്പം അതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മളെ വറവും റെഡിയായി. അപ്പം ഇതെല്ലാം നല്ല പെട്ടെന്നാകുന്നതാണ്, നല്ല നമ്മളെ തടിക്ക് ആരോഗ്യത്തിനെല്ലാം നല്ലതാണ് ഈ ചക്ക. പിന്നെ ഈ ചേമ്പ്, ചേന അങ്ങനത്തെ എല്ലാം നല്ലതല്ലേ. അപ്പം ഇങ്ങനത്തെ കറികളെല്ലാം നമുക്ക് വെറൈറ്റി കറികൾ കേട്ടോ. ഇറച്ചി മീനും കാട്ടി നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചക്ക, ചേമ്പ്, ചേന അങ്ങനത്തെ എല്ലാമാണ് വരുന്നത്. അപ്പം നമ്മളെല്ലാ കറികളും റെഡിയായി കഴിഞ്ഞ് നമ്മളെ കടലക്കറിയൊക്കെ കാണാം. ഇപ്പോൾ ഇതാണ് ഇടിച്ചക്കയും കടലയും കൂട്ടിയിട്ട് വറുത്തരച്ച് വെച്ച കറി. നല്ല സ്മെല്ലെല്ലാം ഉണ്ട്. വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല.
പിന്നെ എന്താണ് മീൻ പുളി മുളകിട്ട ഉപ്പേരി, മീൻ പൊരിച്ച, കടലക്കറി ഇടിച്ചക്കയും കൂടിയിട്ട് പിന്നെ ഇതാ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഇരുന്നേരെ. ടാറ്റാ ബൈ.